മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഉണ്ണി ശമ്പളമൊക്കെ വാങ്ങി വന്നതിന് ശേഷം കരുണയോട് പറയാണ്, കരുണേ വരൂ, എനിക്കിന്ന് ശമ്പളം കിട്ടിയിട്ടുണ്ട്, നമുക്കൊന്ന് പുറത്ത് പോയിട്ട് വരാം, കുറേ ദിവസമായില്ല ഇതിനകത്ത് ഇരിക്കുന്നു എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ കരുണയ്ക്കാകെ ദേഷ്യമാണ് വരുന്നത്. നിങ്ങളെ അവളുടെ ആ പിച്ചക്കാശ് വാങ്ങിക്കൊണ്ടുവന്നിട്ട് എന്നെ പുറത്തേക്ക് പോകാൻ വിളിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി? അതുകൊണ്ട് ഞാൻ വരുന്നില്ല, അവളുടെ പിച്ചക്കാശും കൊണ്ട് ഞാൻ വരുന്നില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ ഉണ്ണി പറയണു, മോളെ കരുണ മോളെ, നീ ഒന്ന് ആലോചിക്കണം. കാരണം അവർക്ക് കുഞ്ഞുങ്ങളില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവരെ ഒരുപാട് പരിഹസിച്ചതാണ്. ഇപ്പോൾ നമുക്കൊരു കുഞ്ഞായി ആ കുഞ്ഞിനെയും കൊണ്ട് നമ്മൾ കുറച്ച് നാളും കൂടി കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ ആ കുഞ്ഞെത്തും. ആ കുഞ്ഞിനെ കൊണ്ട് നമ്മൾ താരാട്ട് പാടുമ്പോൾ അത് തന്നെയാണ് അവർക്ക് കൊടുക്കാനുള്ള ഏറ്റവും വലിയ തിരിച്ചടി. നീ അതൊന്ന് മനസ്സിലാക്ക്, നീ എന്തെങ്കിലും ഒന്ന് ഞാൻ പറയുന്നത് കേൾക്ക് എന്നിങ്ങനെ പറയുമ്പോൾ കരുണയ്ക്ക് വീണ്ടും ദേഷ്യം വരും കേട്ടോ. ഉണ്ണിയേട്ടാ, നിങ്ങൾക്കറിയില്ല, നിങ്ങൾ ശരിക്കും ഒരാണാകാൻ നോക്കുക. ആദ്യം ഭാര്യയെ സന്തോഷിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക, അതിനുശേഷം വന്നിട്ട് എന്നെ വിളിച്ചാൽ മതി എന്നിങ്ങനെ പറയണേ. ഇപ്പോഴേ ഗർഭം ധരിക്കാൻ പല മാർഗ്ഗങ്ങളുമുണ്ട്. അവർക്ക് ആ മാർഗം സ്വീകരിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുണ്ടാകും. അവൾക്ക് എങ്ങനെയും എന്നെ തകർക്കണം, അത് മാത്രമാണ് അവളുടെ ചിന്ത. അതിനുവേണ്ടി അവൾ എന്തും ചെയ്യും എന്നിങ്ങനെ പറഞ്ഞിട്ട് കരുണ അങ്ങനെ ദേഷ്യപ്പെടുകയാണ് കേട്ടോ. അത് കഴിയുമ്പോൾ വീണ്ടും വിളിക്കണം, വായോ നമുക്ക് പുറത്ത് പോകാം എന്നിങ്ങനെ പറയും. നീ ഒന്ന് അടങ്ങ് കരുണേ, എന്താ നീ ഇങ്ങനെ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഉണ്ണി ഇങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ കരുണയ്ക്ക് വീണ്ടും ദേഷ്യം വരികയാണ്. നിങ്ങൾ ആദ്യം അവളുടെ പിച്ച പൈസയും കൊണ്ട് എന്നെ വന്നിട്ട് വിളിക്കണം. നിങ്ങൾ എവിടെയാണെങ്കിൽ പോയി എൻജോയ് ചെയ്യ്. അവളെ ഇല്ലാതാക്കിയതിന് ശേഷം മാത്രമേ ഇനി എനിക്കൊരു എൻജോയ്മെൻ്റ് ഉള്ളൂ എന്നിങ്ങനെ പറയണം കേട്ടോ. ഉണ്ണി ദേഷ്യത്തോടു കൂടി നിൽക്കുകയാണ്. അതേസമയം ദുർഗയോട് കരുണ അങ്ങനെ പറയുന്നുണ്ട്, അമ്മേ ഞാൻ എന്തായാലും തീരുമാനിച്ചു, ഇതുവരെ ഇവരെല്ലാം തീരുമാനിച്ചിട്ട് ഒരു കാര്യവും നടന്നില്ല, എന്തായാലും ഞാനാണ് ഇനി തീരുമാനിക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ ദുർഗ പറയുന്നുണ്ട്, വേണ്ട മോളെ, എൻ്റെ കുഞ്ഞ് ഒന്നും ചെയ്യണ്ട, വയറ്റിനകത്തൊരു കുഞ്ഞല്ലേ, അത് പിന്നെ വലിയ പ്രശ്നമാകും, വിഷം കൊടുത്ത് കൊന്നത് എങ്ങനെയാണെങ്കിലും തെളിയും, അത് പിന്നെ മോൾക്കൊരു പ്രശ്നമാകും എന്നിങ്ങനെ പറയണം. ഒരു പ്രശ്നം ഉണ്ടാവില്ല അമ്മേ എന്നിങ്ങനെ പറയും. എന്നാൽ മോളുടെ ഇഷ്ടം പോലെ ചെയ്യുമെന്ന് ദുർഗ പറയണം കേട്ടോ. അതിനുശേഷം മുത്തശ്ശിയോട് കരുണ വന്നിട്ട് ഇങ്ങനെ പറയുകയാണ് കാര്യങ്ങളൊക്കെ, മോളെന്തായാലും വിഷമിക്കേണ്ട, 18-ാം തീയതി നമ്മൾക്ക് ആ കാര്യങ്ങളെല്ലാം ചെയ്യാം, അതിന് യാതൊരു മാറ്റവും ഇല്ല, അതോടുകൂടി അവൾ തീരും എന്നിങ്ങനെ പറയാണ്. അതിനുശേഷം മേഘനാഥൻ വാമദേവനോട് വന്നിട്ട് കാര്യങ്ങളിങ്ങനെ പറയണം കേട്ടോ. അച്ഛാ, ഞാനൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം ആ കണ്ട കാഴ്ച ഞാൻ സത്യമായിട്ടും കണ്ടതാണ് എന്നിങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം വാമദേവനെയും വിളിച്ചു കൊണ്ടുപോവുകയാണ്. അവിടെ ആരും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം വാമദേവനെയും വിളിച്ചു കൊണ്ടുപോവുകയാണ്. എന്നിട്ട് താക്കോൽ ദൂരത്ത് കൂടെ നോക്കാൻ പറയുകയാണ് കേട്ടോ. എടാ, ഞാൻ ഈ വീൽ ചെയറിലിരിക്കണം, ഞാൻ എങ്ങനെ ഇത് നോക്കുന്നത് എന്നിങ്ങനെ വാമദേവൻ പറയുകയാണ്. പിന്നീട് നീ തന്നെ നോക്ക് എന്ന് പറഞ്ഞ് മേഘനാഥ് ഇങ്ങനെ നോക്കിയിരിക്കണ്ട. ആ നോക്കുന്ന സമയത്ത് തന്നെ മാർക്കോ വരികയാണ്. മാർക്കോ വന്നിട്ട് വീൽ ചെയറിൽ അങ്ങനെ ചവിട്ടുകയാണ് കേട്ടോ. അതിനുശേഷം മേഘനാഥനും വാമദേവനും കൂടി അവിടെ വീഴുകയാണ്. പിന്നീട് ഡോക്ടർ വന്നിട്ട് അവരെ അവിടെ നിന്ന് പറഞ്ഞയക്കുകയാണ്. നിങ്ങളുടെ ചികിത്സ ഇതോടുകൂടി ഇവിടെ നിന്ന് മതിയാക്കുകയാണ്, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണം എന്ന് പറയുകയാണ്.